ഇപ്പോൾ ഓട്ടി കൊണ്ടുവരാന്ന് പറഞ്ഞാണ്ട് നേരെ കുപ്പിയേറ്റ് വന്ന് കേട്ടോ. ഇവർക്ക് അടിക്കാനുള്ള കുപ്പിയേറ്റ് ഇവര് ബ്രാൻഡാണ് ഭയങ്കര അടിയാണ്. നല്ല കിടിലൻ സാധനങ്ങളായിട്ടാ വലിച്ചു കയറ്റണേ. ഇവനൊക്കെ ഇവിടെ വന്നിട്ട് എത്രാമത്തെ വലിയാന്നറിയോ. നല്ല ഗ്യാസ് കയറിയാണ്. പിന്നെ ഫുഡ് പോയിസൺ എന്തോ അടിച്ചാണ് ഇന്നലെ ഭക്ഷണം കഴിച്ചപ്പോൾ സമയത്ത്. ഒന്നും പോയി കേട്ടോ. കാരണം ഛർദ്ദിക്കാൻ വരുന്നുണ്ട്, പക്ഷെ ഛർദ്ദിക്കണമില്ല, അങ്ങനത്തെ ഒരു കോലത്തിലാണ്. അപ്പം എന്തായാലും ഇവിടെ റെസ്റ്റ് ചെയ്യാം കേട്ടോ. ഇവിടെ നിന്നൊക്കെ നല്ല വളവ് തന്നെ കേട്ടോ. ഇവിടെ നോക്കി പെരുമ്പ വളവാളാണ്. ശ്രദ്ധിച്ച് നമ്മൾ റൈഡ് ചെയ്യണം. ഉണ്ട് ഇവിടെ, കാരണം റോഡ് അത്ര ഉണ്ട് സ്മൂത്തല്ല. ഇപ്പോൾ ഓക്കെ ആയി. എന്തായാലും പതുക്കെ പതുക്കെ നമ്മളിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇറങ്ങാൻ ഭയങ്കര ഈസി കേട്ടോ, സത്യം പറയാം. ഈ ഒരു സ്ഥലം എങ്ങനെ ഉണ്ടെന്ന് നോക്കേ, അടിപൊളി കേട്ടോ. ചെറുങ്ങനെ വെയിൽ അടിക്കുന്നുണ്ട്, എന്നാൽ തണലും ഉണ്ട്. മൂപ്പര് വെറുതെ ഇങ്ങനെ ഓടിച്ചു നോക്കാം കേട്ടോ. ഭയങ്കര കനുണ്ട്, ഇപ്പോൾ മനസ്സിലായില്ലേ. ടിക്കെ ഡോഗ്സിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷില്ലോങ്ങിൽ 2 ദിവസം ഉണ്ടായിരുന്നു. നമ്മൾ ചിറാപ്പൂഞ്ചി പോയി, പിന്നെ ഷില്ലോങ്ങിൽ ഇവിടെ എക്സ്പ്ലോർ ചെയ്തു. അപ്പോൾ ഷില്ലോങ്ങിൽ ഞാൻ ഇവിടെ ആയിരുന്നു നിന്നിരുന്നത്. ഇതാ ഈ ഒരു പയ്യന്മാരുടെ കൂടെ ആയിരുന്നു. താങ്ക് യു സോ മച്ച്. ഇതാ ഞാൻ സൈക്കിൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചു. പിന്നെ ഇന്നലെ രാത്രി ഞാൻ ഇവിടെ കിടന്നുറങ്ങി. ഇതാ ഈ റൂമിലായിരുന്നു കിടന്നുറങ്ങിയത്. ഇവിടെ കുറച്ച് ആളുകൾ കിടന്നുറങ്ങാം കേട്ടോ. അതുകൊണ്ട് ഇതാ മൂപ്പരൊക്കെ ഉണ്ട്. അവരോടൊക്കെ യാത്ര പറഞ്ഞ് ഇനിയിപ്പോൾ ഞാൻ ഇവിടുന്ന് പോട്ടെ കേട്ടോ. പിന്നെ കുറച്ച് ആളുകൾ അവിടെ വർക്കിങ്ങിലായിരിക്കും. പിന്നെ ഒരുത്തം ഇവിടെ കുളിക്കുന്നുണ്ട്. ബയ്യാ ജാനോ ബായ്. ഓക്കെ, അപ്പം എന്തായാലും ഞാൻ ഇവിടുന്ന് പോട്ടെ കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ നെക്സ്റ്റ് പ്ലാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബദർപൂറാണ്. ബദർപൂർ എന്ന് വെച്ചാൽ ആസാമിൻ്റെ ബോർഡറാണ്. നമ്മളിപ്പോൾ മേഘാലയയിലേക്ക് ഇത്ര റൈഡ് ചെയ്ത് ഒരുപാട് കഷ്ടപ്പെട്ട് കയറി വന്നില്ലേ. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് റൈഡ് ചെയ്യുന്നില്ല. അപ്പോൾ നേരെ നമുക്ക് ബോർഡറിലേക്ക് എത്താനുള്ള ബസ്സോ അല്ലെങ്കിൽ ട്രക്കോ കാര്യങ്ങളോ നോക്കാം. അതൊക്കെ ഉണ്ട് എൻ്റെ ഇപ്പോൾ പ്ലാൻ. ഇവിടെ ISBT എന്ന് പറഞ്ഞിട്ടൊരു ബസ് സ്റ്റാൻഡ് ഉണ്ട്, അവിടെ പോയി നോക്കട്ടെ. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓപ്ഷൻ നോക്കട്ടെ കേട്ടോ. അപ്പോൾ നോക്കട്ടെ. താങ്ക് യു ഭയ്യ ജാരോ. വെൽക്കം. ഓക്കെ. ഞാൻ പോകുന്ന സമയത്ത് ഇതാ ഇവിടെ ഒരുപാട് ആളുകളെ യാത്ര ആക്കാനുണ്ട്. എന്ന് വെച്ചാൽ ഇവിടെ പമ്പിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. താങ്ക് യു ഭയ്യ. ഇവനിക്ക് ഇന്നലെ നന്നായിട്ട് ഉറങ്ങാനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടോ, സ്ഥലം കാര്യമൊക്കെ എല്ലാം ഇവൻ്റെ വകയായിരുന്നു. പിന്നെ ഓക്കെ ബൈ ഓക്കെ, താങ്ക് യു സോ മച്ച്. 1 kilometer di saya dure. Jam udar milik kana rambut di kawai udar ISBT. ഓക്കെ, താങ്ക് യു. അപ്പം ഞാൻ ഇനി ഇവിടുന്ന് നേരെ പോകുന്നത് ISBTയിലേക്കാണ്. അപ്പോൾ നമ്മൾ യാത്ര തുടങ്ങിയാലോ. ഇവിടുന്ന് നമ്മൾ ISBTയിലേക്കാണ് പോകുന്നത്. 1 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ അവിടുന്ന് ആ ഒരു കാക്ക നമ്മളോട് പറഞ്ഞു 1 കിലോമീറ്റർ പോയിട്ട് ISBT എന്നുള്ള ബോർഡ് കാണും. പിന്നെ നമ്മളോട് ബഡംബൈ അല്ല ഗുവാഹട്ടിയിൽ നിന്ന് വിളിച്ച് എന്നോട് പറഞ്ഞു ഇവിടുന്ന് ബസ്സിൽ കയറ്റി കൊണ്ടുപോകാൻ. ട്രക്കിൻ്റെ അവൈലബിലിറ്റി കുറവാണ്, അതുകൊണ്ടാണ്. എന്തായാലും പോയി നോക്കട്ടോ. ഇവിടെ കംപ്ലീറ്റ് ബ്ലോക്ക് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരു വണ്ടി ഓവർടേക്ക് ചെയ്ത് മുന്നോട്ടേക്ക് കയറുന്നില്ല. ബൈക്കുകൾ മാത്രം അങ്ങനെ നൈസിൽ കയറുള്ളൂ. ബാക്കിയൊക്കെ ഇതേപോലെ വൃത്തിക്ക് നിൽക്കും കേട്ടോ. ആ ഒരു കാര്യത്തിൽ ഇവർ ഡീസൻ്റാണ്. അത് നോക്കാം. ഈ ഒരു ഇറക്കൊക്കെ ഇറങ്ങാൻ ഞാൻ നല്ല ഡിസേർവ് ചെയ്യുന്നൊരു വ്യക്തി കേട്ടോ. കാരണം കഷ്ടപ്പെട്ട് ഞാൻ കയറ്റി കൊടുന്ന ഒരു കയറ്റങ്ങളാണ് ഇപ്പോഴത്തെ ഈ ഇറക്കായി മാറി. ഇനിയിപ്പോൾ അധികം നമ്മൾ ഇറങ്ങില്ല. ISBT പോയി നോക്കട്ടെ, ബസ് കിട്ടണം കേട്ടോ. എന്നാലാണ് നമുക്ക് ആസാം ബോർഡറിലേക്ക് തിരിച്ചെത്താൻ പറ്റുള്ളൂ. കാരണം വന്ന സ്ഥലത്ത് കൂടെ വീണ്ടും പോയിക്കാണ്ട് നമുക്ക് സമയം വേസ്റ്റ് ചെയ്യണ്ടല്ലോ. ഇതൊക്കെ നോക്കിയാൽ നല്ല തണുത്ത ഏരിയകളാട്ടോ. ഞാനിപ്പോൾ ഈ ഒരു ഇന്ത്യൻ ഓയിലേക്ക് കയറ്റിയതാണ് കേട്ടോ. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇവിടുന്ന് ഹാർഡ് മണി 1000 രൂപ എടുത്തിട്ടുണ്ട്. കാരണം ISBTയിൽ പോയിട്ട് അവിടെ നമ്മൾ അഥവാ സൈക്കിൾ ലോഡ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഹാർഡ് മണി കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാനീ ഒരു പയ്യനോട് ഹാർഡ് മണി പയ്യെ തന്നു കേട്ടോ. ഓക്കെ, താങ്ക് യു. ഓക്കെ, പിന്നെ അതേപോലെ ഇനി ഇവിടുന്ന് സൈക്കിൾ നമുക്ക് ISBTയിൽ നിന്ന് കയറ്റാൻ പറ്റില്ലെങ്കിൽ ഇവിടെ വേറൊരു സ്ഥലമുണ്ട്, സിൽച്ചറിലേക്ക് കണക്റ്റ് ആകുന്നൊരു ബൈപ്പാസ് ഉണ്ട്. അവിടെ പോയി നോക്കേണ്ടി വരും. എന്തായാലും ഡിസ്കൗണ്ട്. ഓക്കെ പയ്യ, താങ്ക് യു. ഈ ഒരു പരിസരത്ത് എവിടെ ആയിട്ടാണ് ISBT വരുന്നത്. ഞാൻ അങ്ങനെ തപ്പിക്കൊണ്ടിരിക്കും കേട്ടോ. അധികം അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് മുകളിലേക്ക് കയറി വരല്ലേ, ഭയങ്കര റിസ്ക്കാണ്. ഫൈനലി ഇവിടെ ഇതാ കണ്ടു ISBT ഷില്ലോങ് കണ്ടില്ല. ഇതാണ് ഇവിടുത്തെ ISBT. എനിക്ക് തോന്നുന്നുണ്ട് ബസ്സിൻ്റെ ഏരിയ ആയിരിക്കും. എന്തായാലും പോയി നോക്കട്ടെ. ഇവിടെ ചോദിച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. അങ്ങനെ ഈ ഒരു കയറ്റം കയറി ഇങ്ങനെ ഇതാ ISBTയിലേക്ക് എത്തി. ഇവിടെ ഉണ്ടല്ലോ ബോർഡിൽ വെൽക്കം ടു ഷില്ലോങ് എന്നുണ്ട്. ഇതാണ് ഷില്ലോങ്ങിലെ ISBT. ഇവിടെ ബസ്സുകളുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഇവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു പയ്യനോട് ചോദിച്ചത് ഹായ് ഹലോ ഹായ്. ഓക്കെ,
അപ്പോൾ ബയ്യ എന്നോട് പറഞ്ഞു ഇവിടുന്ന് വണ്ടി കിട്ടൂല, അപ്പോൾ ബറാപ്പാനി പോകണം. എന്ന് വെച്ചാൽ നമ്മൾ കയറി വന്നില്ല ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ഒരു ഡാമൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ഒരു ചെറിയൊരു സ്റ്റാൻഡ് ഉണ്ട്. അപ്പോൾ അവിടെ പോയി നോട്ടെ എങ്ങനെയാണ്, ചെറുതാണോ വലുതാണോ നമുക്കിപ്പോൾ കറക്റ്റ് പറയാൻ വയ്യ. മൂപ്പര് വെറുതെ ഇങ്ങനെ ഓടിച്ചു നോക്കട്ടോ, ഭയങ്കര കനുണ്ട്. ഇപ്പോൾ മനസ്സിലായില്ലേ ഭാര്യയാണോ? അപ്പം ഞാൻ ഇവിടുന്ന് മൂപ്പര ഒരു ഡ്രൈവറുണ്ട്, മൂപ്പര ഡ്രൈവറായിട്ട് കോൺടാക്ട് ചെയ്തതാണ്. അപ്പോൾ ബറാപ്പാനിയിലേക്ക് പോയി കഴിഞ്ഞാലും വണ്ടി കിട്ടൂല. അപ്പോൾ ഇവിടുന്ന് ഷില്ലോങ്ങിൽ തന്നെ കിട്ടുമെന്ന് പറയണ്ടേ. എനിക്കിനി മുകളിലേക്ക് പോകാൻ ഭയങ്കര റിസ്ക് ആട്ടോ. ഒന്നാമത് ഫുഡ് പോയ്സൺ കുറച്ച് അടിച്ചേക്കണേ വയറിൽ. അപ്പോൾ എന്തായാലും ഞാൻ ആ ഡ്രൈവറെ കാണാൻ പറ്റുമോ നോക്കട്ടെ, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ISBTയിലെ റിസൾട്ട് നമുക്ക് അനുകൂലമല്ലാത്തതുകൊണ്ട് ഇനിയിപ്പോൾ ട്രക്കിലെ ബസ്സിൽ കയറ്റണമെന്നുണ്ടെങ്കിൽ ബറാപ്പാനി പോകണം. അവിടുന്ന് ബസ് കിട്ടുമെന്നാണ് ഞാൻ ബഡംബയ്യക്ക് വിളിച്ചപ്പോൾ പറഞ്ഞു കേട്ടോ. ബഡംബയ്യ ഇപ്പോൾ ഗുവാഹട്ടിയാണ്. നമ്മൾ ഗുവാഹട്ടി റൂട്ടിലേക്കാണ് ഇപ്പോൾ പിടിച്ചിട്ടുള്ളത്, കാരണം മുകളിലേക്ക് പോകുന്നവർ നമുക്ക് ഘാട്ടാണ്. മേഘാലയ എക്സ്പ്ലോർ ചെയ്തല്ലോ, അപ്പോൾ ഇനിയും ബാക്കോട്ട് ഇങ്ങനെ പോട്ടെട്ടോ. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. നമുക്ക് ഏത് സ്റ്റേറ്റ് കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിലും അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ആസാമിലേക്ക് തന്നെ എൻ്റർ ആവേണ്ടി വരും. ഈ ഒരു സ്ഥലം എങ്ങനെയുണ്ടെന്ന് നോക്കേ, അടിപൊളി കേട്ടോ. ചെറുങ്ങനെ വെയിൽ അടിക്കുന്നുണ്ട്, എന്നാൽ തണലുമുണ്ട് തണുപ്പുമുണ്ട്, അങ്ങനത്തെ ഒരു ഏരിയ കേട്ടോ. നല്ല ജെർക്കിങ് ഉണ്ട് ഇവിടെ, കാരണം റോഡ് അത്ര ഉണ്ട് സ്മൂത്തല്ല. ഇപ്പോൾ ഓക്കെ ആയി. എന്തായാലും പതുക്കെ നമ്മളിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇറങ്ങാൻ ഭയങ്കര ഈസി കേട്ടോ, സത്യം പറയാം. ഇത് കയറി മുകളിലേക്ക് എത്താനാണ് റിസ്ക്. എന്തായാലും ഇതിങ്ങനെ വളച്ചിറക്കട്ടെ. ഇവിടെ നിന്നൊക്കെ നല്ല വളവ് തന്നെ കേട്ടോ. ഇവിടെ നോക്കി പെരും വളവാളാണ്, ശ്രദ്ധിച്ച് നമ്മൾ റൈഡ് ചെയ്യണം. ഇനി അങ്ങോട്ടേക്ക് ഇങ്ങനെ ഇറങ്ങാം കേട്ടോ. ഞാൻ എന്തായാലും ഇതൊക്കെ ഒന്ന് ഇറങ്ങി ഒന്ന് റിലാക്സ് ആവട്ടെ. കുഴപ്പമില്ല, ക്ഷീണമല്ല, ഓക്കെ. എന്തായാലും നേരെ ഇറങ്ങട്ടെ. ഇവിടെ ഒരു മലയാണ്, ഇതാണ് കേട്ടോ റോഡുകൾ. ഇവിടെയൊക്കെ അമ്പിട്ടിട്ടുണ്ട്. അമ്പിട്ടിന് ഭയങ്കര ബുദ്ധിമുട്ട് കേട്ടോ. പോലെ ലഗേജ് ബാക്കിൽ ഓക്കെയാണ്. ഇനി നോക്കിയാൽ ഇതിങ്ങനെ ഇറങ്ങാം കേട്ടോ. ഇവിടെ നല്ല തണലുണ്ട്. ഇവിടെയൊക്കെ റോഡ് ഇടയ്ക്ക് മോശമാണ്. ഞാൻ ഒരു കയ്യിൽ ക്യാമറ പിടിച്ചുകൊണ്ട് തന്നെ കുറച്ച് ഡിഫിക്കൽട്ട് കേട്ടോ. നോക്കേ, ഇതാണ് പഞ്ചറൊന്നും കിട്ടാഞ്ഞാൽ മതി കേട്ടോ. ഓ നൈസ് വ്യൂ. ഇതാണ് ആ ഡാം, ഇതാണ് ബറാപ്പാനി കേട്ടോ. ഇവിടെ നമ്മൾ മെയിൻ ഹൈവേയിലേക്ക് ടച്ചാവും, ഷിൽച്ചറിലേക്ക് പോകുന്ന റോഡ് ടച്ചാവുന്നിടത്തു നിന്നാണ് വണ്ടി കിട്ടുക. നമ്മളെ ബഡംബയ്യ എന്നോട് വിളിച്ചു പറഞ്ഞത്. ഓക്കെ, അങ്ങനെ ഞാൻ ബറാപ്പാനി എത്തി. ഈ ഒരു ബസ് കണ്ടില്ല, ഇതൊക്കെ സിലിഗുരി പോകുന്ന വണ്ടികളാണ്. അപ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് പോയി നോക്കട്ടെ കേട്ടോ. ഇവിടുത്തെ ഇയാൾ പറഞ്ഞത് നമ്മളെ എന്താ പറയുക, സിൽച്ചർ പോകുന്ന റൂട്ടിൽ പോയി നിൽക്കാൻ വൈകുന്നേരമൊക്കെ ആയിട്ട് ചിലപ്പോൾ വണ്ടി ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. എന്താ അറിയില്ല. ഇതൊക്കെ ബറാപ്പാനി കേട്ടോ. എന്ന് വെച്ചാൽ ഇതൊരു വലിയൊരു പാലാണ്. ഈ പാലം ക്രോസ് ചെയ്ത് അതിൽക്കൂടെ ഒരു ഹൈവേ പോകുന്നതുണ്ടോ. ആ ഹൈവേ നേരെ പിടിച്ചു കഴിഞ്ഞാൽ, ഫ്ലൈ ഓവർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഷിൽച്ചറിലെത്താൻ പറ്റും. അവിടെ പോയിട്ടാണ് ബദർപൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തെത്തണം. അത് അസാമിൻ്റെ ത്രിപുരൻ്റെ ബോർഡറൊക്കെ ആയിട്ട് നമുക്ക് കിട്ടും. ഞാനങ്ങനെ ബറാപ്പാനിയിലേക്ക് വന്ന കേട്ടോ. ഇതാണ് ഇവിടുത്തെ ഒരു ഹൈവേ. എന്ന് വെച്ചാൽ ഇത് പിടിച്ചിട്ടാണ് ഷിൽച്ചറിലേക്ക് പോകേണ്ടത്. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഒരാൾ പരിചയപ്പെട്ടിട്ടോ. നൈസ് വീഡിയോ. ഓക്കെ, നൈസ് വീഡിയോ. അപ്പോൾ ഇവരെന്തായാലും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം ഇപ്പോൾ ഇനി ഷിൽച്ചറിലേക്കുള്ള ബസ് ഇവിടുന്ന് പോയി എന്നാണ് പറയുന്നത്. ഇനി വൈകുന്നേരം ഉള്ളൂ, അതിലേക്ക് എനിക്ക് ഇവിടെ വെയിറ്റ് ചെയ്യണം കേട്ടോ. എന്തായാലും നോക്കട്ടെ, ചിലപ്പോൾ ട്രക്കൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത് പോവാം. ഞാനെന്താ ഇവിടെ ബസ് കാത്ത് നിൽക്കട്ടോ. നല്ല ഗ്യാസ് കയറിയാണ്. പിന്നെ ഫുഡ് പോയ്സൺ എന്തോ അടിച്ചാണ് ഇന്നലെ ഭക്ഷണം കഴിച്ചപ്പോൾ സമയത്ത്. ഒന്നും പെയ്യട്ടോ, കാരണം ഛർദ്ദിക്കാൻ വരുന്നുണ്ട്, പക്ഷേ ഛർദ്ദിക്കണമില്ല, അങ്ങനത്തെ ഒരു കോലത്തിലാണ്. അപ്പോൾ എന്തായാലും ഇവിടെ റെസ്റ്റ് ചെയ്യാട്ടോ. ഞാൻ മൂവ് കണ്ടാറേ ഇവിടെ അതുകൊണ്ടൊക്കെ ഞാൻ കുറേ ഛർദ്ദിക്കാൻ നോക്കി, പക്ഷേ സെറ്റാണ് കേട്ടോ. ഞാൻ ഇപ്പോഴും ഇവിടെ ബറാപ്പാനി തന്നെ കേട്ടോ. ഒന്നാമത് നല്ല പെടലാണ് പെട്ടിരിക്കുന്നത്. ബസ്സിൻ്റെ പോട്ടെ, അത് വന്നു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും അതിൽ സൈക്കിൾ കയറ്റിയിട്ട് നമുക്ക് നേരെ ത്രിപുര പിടിച്ചിട്ട് പോവാം. രണ്ടാമതെന്താ വെച്ചാൽ എനിക്ക് ഗ്യാസ് കയറി ഛർദ്ദിക്കാൻ വന്ന് ഛർദ്ദിക്കണില്ല, ആകെ പെടൽ പെട്ട് കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു പെൺകുട്ടിയാണ് എനിക്കിത് ഒരു ചായ ഉണ്ടാക്കി തന്നത്. താങ്ക് യു. ഞാൻ പോലോ ഈ ചായയിൽ ഇഞ്ചി പിന്നെ അതേപോലെ തന്നെ ലെമണാണ് ശരിക്കും ഇടേണ്ടി. ലെമൺ ബ്രൗഡിങ് കിട്ടണമില്ല. അപ്പോൾ ഇതേതായാലും കുടിച്ചോക്കട്ടെടാ. സീരിയസ്ലി അങ്ങ് നല്ല ടയേർഡായിപ്പോയി. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല വയറുവേദന വന്നിട്ട് ഒരുപാട് ആളുകൾ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ രണ്ടാമത്തെ ആളാണ്. മൂപ്പര് എനിക്ക് മരുന്ന് തന്നു.
नाम बताओ. मेरा नाम विश्वजीत. ഓക്കെ, താങ്ക് യു സോ മച്ച്. മൂപ്പര് ഈ ഒരു വണ്ടിയിൽ നേരെ ഗുവാഹട്ടി പോവാണ്. അപ്പോൾ എൻ്റെ മുഖം കണ്ടിട്ട് എന്നോട് ചോദിച്ചു എന്താ പ്രശ്നം ചോദിച്ചിട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ ഗ്യാസ് കുടുങ്ങിയതാന്ന് പറഞ്ഞു. എനിക്കൊരു മെഡിസിൻ നിന്ന് ഞാൻ കഴിച്ചു, കുഴപ്പമില്ല. ഞാനിവിടെ നിന്നപ്പോൾ ഇത് എത്രാമത്തെ ആളുകളാണ് എൻ്റെ സൈക്കിൾ ഇങ്ങനെ കൊണ്ടുപോകണമൊക്കെ. ഇവനിപ്പോൾ ഓട്ടാന്ന് പറഞ്ഞു, ഇപ്പോൾ ഓട്ടി കൊണ്ടുവരാന്ന് പറഞ്ഞുകൊണ്ട് നേരെ കുപ്പിയേറ്റ് വന്നു കേട്ടോ. ഇവർക്ക് അടിക്കാനുള്ള കുപ്പിയേറ്റ്. ഇവർ ബ്രാൻഡോളം ഭയങ്കര അടിയാണ്. നല്ല കിടിയില്ലാൻ സാധനങ്ങളായിട്ടാ വലിച്ചു കയറ്റണേ. ഇവനൊക്കെ ഇവിടെ വന്നിട്ട് എത്രാമത്തെ വലിയാന്നറിയോ, ഇഷ്ടംപോലെ വലിയാണ് ഇവരൊക്കെ വലിക്കണേ. ഞാനങ്ങനെ എൻ്റെ ലഗേജൊക്കെ ഇവിടെ വെച്ചു. സൈക്കിൾ മെന്ന് അയച്ചത് അവിടെ വെച്ചാണ് കേട്ടോ. സൈക്കിൾ ഇതേപോലെ ഫ്രീ ആക്കിയിട്ടാണ്. ഇനിയിപ്പോൾ നമ്മൾ ത്രിപുര ബോർഡറിലേക്കുള്ള ബസ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാ നമ്മൾ ഇതേപോലെ വീണ്ടും ഇടമോ പറയാൻ വയ്യട്ടോ. ഞാൻ പറഞ്ഞാൽ 30 വരികയാണ് ഗ്യാസ് കയറിയിട്ട്. എന്താണ് ഈ ഒരു പയ്യ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ഈ ഒരു സൈക്കിളെ കയറ്റണം മാക്സിമം. അവരൊക്കെ സംസാരിക്കുമെന്ന് പറഞ്ഞാണ്. ഇതാണ് കേട്ടോ ബസ്. ഈ ബസ് വന്നു, പക്ഷെ നമുക്ക് കയറാൻ പറ്റിയിട്ടില്ല. സൈക്കിൾ പോകില്ല എന്നാണ് പറയുന്നത്. ഞാൻ ആകെ പെട്ട അവസ്ഥ കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യണം എന്നറിയില്ല. നോക്കട്ടെ കേട്ടോ. ഇവിടെ ബാക്കിലൊന്നും വെക്കാൻ പറ്റില്ല. കാരണം പയ്യെ സംസാരിച്ച് നോക്കി, ഞാനും സംസാരിച്ച് നോക്കി, ഒരു ഐഡിയ ഇല്ല കേട്ടോ. എന്തെങ്കിലും ഒരു വഴി ഉണ്ടാകുന്ന നോക്കണം. ഞാനിങ്ങനെ ഈ ഒരു ബാക്കിലൊന്നും അവർ വെക്കില്ല എന്നാണ് പറഞ്ഞത്. ആകെ പെട്ട അവസ്ഥ കേട്ടോ. ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് വലിയ ഐഡിയ ഇല്ല. ഓക്കെ, ഈ സൈക്കിളും ഞാൻ ഇന്ന് എവിടെ നിൽക്കാമെന്നൊന്നും വലിയ ഐഡിയ ഇല്ല. ഓക്കെ, ഞാനുണ്ട അവസ്ഥ സ്ഥലം ഞാൻ തന്നെ പറയണം. എന്തായാലും പോസ്റ്റായി. ഞാനതാ പോകുന്ന സമയത്ത് അവിടെ ബസ് ഉണ്ടായിരുന്നു. ബസ് പോയി. വേറൊരു ഓപ്ഷനും ഇല്ല കേട്ടോ. ഇവിടെ ഒരു ട്രക്ക് ഉണ്ട്. ഈ ഒരു പയ്യനോട് ഞാൻ സംസാരിച്ചു. താങ്ക് യു പയ്യ, നൈസ് ടു മീറ്റ് യു. താങ്ക് യു. ഞാൻ മൂപ്പരോട് സംസാരിച്ചിട്ടുണ്ട്. ഈ ഒരു ലോറി ഷിൽച്ചറിലേക്ക് പോകുന്നതാണ് പറഞ്ഞത്. വേറെ വഴിയില്ല കേട്ടോ. താങ്ക് യു. മാപ്കെ മദദ് ഹൈ ഊപ്പർ വാല. അപ്പോൾ മൂപ്പര് പറഞ്ഞേ ഇവിടെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്, അവിടെ പോയിട്ട് വെയിറ്റ് ചെയ്യണം. ഇന്ന് ഈ ലോറി പോവില്ല. എന്തായാലും മൂപ്പരെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു കേട്ടോ. ഞാനിതാ ആ ട്രക്ക് ഡ്രൈവേഴ്സിനോട് പറഞ്ഞ് നേരെ പെട്രോൾ പമ്പിലേക്ക് പോകട്ടെ, അവർ വെയിറ്റ് ചെയ്യാൻ. ആ ഒരു സമയത്ത് ഇവിടെ വേറെ പയ്യന്മാർ നിർത്തി കാറിലെ. മൂപ്പരിനോട് സംസാരിക്കട്ടോ. ഓക്കെ, നൈസ് മീറ്റ് യു. ഓക്കെ, वेलकम टू शिलोंग. ഓക്കെ, താങ്ക് യു. അഭി मैं शिलोंग से जा रहे हैं. ഇന്നത്തെ ദിവസം എന്തായാലും ഭയങ്കര കഷ്ടപ്പാട് കേട്ടോ. അസുഖമുണ്ട്, ആകെ പോസ്റ്റായി, ബസ്സും കിട്ടിയില്ല. ഇനിയിപ്പോൾ ഞാൻ ആ ട്രക്കിൽ ആളോട് സംസാരിച്ചാൽ എന്താ അറിയില്ല കേട്ടോ. അവർ ഫസ്റ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും, വരുമായിരിക്കും. ഫസ്റ്റ് ഇത് ഇവിടുന്ന് കാണുന്ന പെട്രോൾ പമ്പിൽ എന്നോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അവസാനം ഞാൻ ഈ ഒരു പെട്രോൾ പമ്പിൽ എത്തി കേട്ടോ. ഇത് അവിടെ സൈക്കിൾ വെച്ചു. ഇതൊരു HP ആണ്. HP ഞാൻ ആദ്യമായിട്ടാട്ടോ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ട്രക്ക് ഡ്രൈവറെ വെയിറ്റ് ചെയ്യാണ്. അവൻ വരും എന്നാണ് പറയുന്നത്. ഇതൊക്കെ ഇതുവരെ താമസിക്കുന്ന ഒരു ഏരിയയാണ്. ഇവിടെ വന്ന സമയത്ത് ഞാൻ പരിചയപ്പെട്ടു കേട്ടോ. ഹായ്, ശുക്രിയ. തന്നെ ഓക്കെ. മൂപ്പര് നിങ്ങൾക്ക് മെഡിസിനൊക്കെ തന്നുണ്ടോ? കാര്യങ്ങൾ ഛർദിങ്ങനെ ഓക്കെ ആയി വരുന്നുണ്ട്. ഛർദി മീൻസ് ഛർദിക്കണമില്ല, അങ്ങനത്തെ ഒരു പ്രശ്നമാണ്. അപ്പോൾ മൂപ്പര് എന്താ എന്നേതായാലും എനിക്ക് സേഫാക്കി തന്നെ വെച്ച് കണ്ടോ. ഇനിയിപ്പോൾ ഞാൻ ട്രക്ക് ഡ്രൈവറെ കിട്ടിയാൽ ബാക്കിയുള്ള അങ്ങോട്ടേക്ക് എനിക്ക് പ്ലാനിങ് തീരുമാനമാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഭക്ഷണം കഴിക്കട്ടോ. പൂരി ഉണ്ട്, ചിക്കൻ കറി ഉണ്ട്. ഇവിടുത്തെ ആളുകളൊക്കെ ഭക്ഷണം കഴിക്കണം. ഇതാണ് റൂം. പിന്നെ ഇത് കഴിച്ചിട്ട് ഇനിയിപ്പോൾ ഇവിടെ ടെൻ്റ് അടിക്കണം. കാരണം ടെൻ്റ് അടിക്കാനുള്ള സൗകര്യം ഇവിടെ മൂപ്പര് തന്നിട്ടുണ്ട് കേട്ടോ. ഇതെവിടെയെന്ന് മനസ്സിലായില്ലേ? നമ്മുടെ HP പമ്പാണ്. ഇപ്പോൾ സമയം ഏകദേശം 9 മണിയായി. സൈക്കിൾ ഇവിടെ വെച്ചു. ടെൻറ്റിലാണ് ഇന്ന് ഉറക്കം. ടെൻറ്റിലാട്ടോ. നല്ല തണുപ്പുണ്ട്. തണുപ്പുള്ളതുകൊണ്ട് തന്നെ ഇവിടുത്തെ മാനേജർ എനിക്ക് അഡീഷണലായിട്ട് 2 കമ്പിളി പുതുപ്പ് വന്നിട്ടുണ്ട്. കാരണം മൂപ്പർക്കറിയാം പുറത്ത് ടെൻ്റ് അടിച്ച് എടുക്കാന്നുണ്ടെങ്കിൽ ഒരു ഭയങ്കര ചലഞ്ചാണ്. പിന്നെ ഇവിടുത്തെ ആളുകൾ എത്രയാണ് പോരട്ടെ എന്ന് വെച്ചാൽ ഇത് ബീഹാരികളാണ് ഇവിടെ ഉള്ളത്. അവരൊക്കെയാണ്. ഈ നാട്ടിലത്തെ ലോക്കൽസ് ഭയങ്കര ഹറാമി ആളുകളാണ്. എന്നുവെച്ചാൽ പെരുമാറ്റമൊക്കെ വളരെ മോശമാണ്. അവർ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും വരില്ല. അപ്പോൾ ഇന്ന് അതിനെ ഞാനിവിടെ കിടക്കും. ലഗേജും കാര്യങ്ങളൊക്കെ ഉള്ളിൽ വെച്ചു. കൂടുതൽ പറയുന്നില്ല. നാളെ ഇനി ഇവിടെ നിന്ന് ട്രക്ക് എന്തെങ്കിലും കിട്ടുമോ നോക്കുന്നുണ്ട്. ഇതുവരെ കിട്ടിയത് ഇതുവരെ കണക്റ്റും ആയിട്ടില്ല. അവരായിട്ട് കോൺടാക്ട് ചെയ്യാൻ സെറ്റായിട്ടില്ല. അവരിങ്ങോട്ടേക്ക് വരുമെന്ന് പറഞ്ഞു. നമുക്ക് ഈ ഒരു എപ്പിസോഡ് കണ്ടവർക്കറിയാം. എന്തായാലും കൂടുതലൊന്നും പറയുന്നില്ല. ടിക്കറ്റ് ഓക്സിൻ്റെ മറ്റൊരു നല്ല എപ്പിസോഡിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോട് കൂടെ തൽക്കാലം ഗുഡ് ബൈ.